ഹായ്. അപ്പോൾ ഇന്ന് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള തോടും വെള്ളവും പരിസരമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗ്രാമപ്രദേശമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതേപോലെ നമ്മളെ ലൈക്കും കമൻറ്റൊക്കെ തരണേ. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള തോടാണിത് കേട്ടോ. വേനൽക്കാലം ആകുമ്പോൾ ഒരു 2 മാസം ചിലപ്പോൾ വെള്ളം വറ്റും. ബാക്കിയുള്ള സമയത്തൊക്കെ അത്യാവശ്യം ഇത്ര വെള്ളം ഉണ്ടാവും. പിന്നെ മഴ നന്നായിട്ട് പെയ്യുന്ന സമയത്ത് ഈ കനാൽ നിറയെ വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ വീട്ടിലൊക്കെ ബക്കറ്റൊക്കെ വെച്ചിട്ട് അതിലൊക്കെ അലക്കണേക്കാട്ടിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് അലക്കി ഒലുമ്പി തുണിയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ വെള്ളവും തോടും പുഴയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ കൂടുതലായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും അലക്കാനായിട്ട് വരുന്നത് ഈ അലക്ക് കല്ലിൻ്റെ ഇങ്ങോട്ടാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരായാലും നമ്മളെ പഴയ ആൾക്കാരായാലും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം എന്നാൽ വേഗം വാ നമുക്കൊന്ന് കാണാം. അപ്പോൾ കൂടുതൽ വോയിസ് ഒന്നും കൊടുക്കാത്ത എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ സൗണ്ട് കൊണ്ടൊന്നും കേൾക്കണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കണ്ടോളി. അപ്പോൾ നമ്മൾ തോടിൻ്റെ മേലെ ഭാഗമാണ് കേട്ടോ ഇത്. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ പുഴയിൽ നിന്ന് ഈ ഭാഗത്ത് കൂടെ വന്നിട്ടാണ് വെള്ളം നമ്മൾ അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ താഴെ ഭാഗത്ത് നമ്മൾ അലക്കുന്ന അവിടെ വെള്ളം കുറവാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നിറയെ വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അലക്കി പോകാൻ പറ്റും. പിന്നെ അതുപോലെ ഇവിടെ കുട്ടികളൊക്കെ കൊണ്ടുവന്ന കുട്ടികളൊക്കെ വീണ് കഴിഞ്ഞാൽ കനാൽ നിറയെ വെള്ളം ഉണ്ടെങ്കിൽ ഒലിച്ചങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ വലിയ ആൾക്കാരാണെങ്കിൽ തന്നെ നിറച്ച് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കാലിന് ബാലൻസ് കിട്ടില്ല, നമ്മൾ തന്നെ ഒഴുകി പോകുക. അത്രക്കും ഫോഴ്സിലാവും വെള്ളം വരിക കേട്ടോ. അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ ഭയങ്കര സൗണ്ടാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.